എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ്. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിലാണ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോറില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യമാണ്. അപ്പോൾ തേങ്ങ ചിരട്ടിയത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മിനിമം ഇത് മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെയാണ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആദ്യം വേറൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതുമാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഏറ്റവും അടിയിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരിപ്പൊടി നന്നായിട്ട് കുതിർന്ന് വരാതെ ഇത് മിക്സിയിൽ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം മിക്സിയുടെ ജാറിൽ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1.5 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ പൊടിയുടെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് ഒഴിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കരുത്. പൊടിയുടെ അതനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടിയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും വെള്ളമൊന്നും ആവശ്യം വരില്ല. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പോലെ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശമാവൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ദോശ കൂടുതൽ സോഫ്റ്റ് ആവും, ഒരു പഞ്ഞീടെ പോലത്തെ ദോശയായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതുമാണ്. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ വെക്കാനായിട്ട് സമയമുണ്ടെങ്കിൽ വെക്കുക, എന്നിട്ട് ചുട്ടെടുക്കുക. അല്ല സമയം ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ദോശ ചൂടാനായിട്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് നമുക്ക് കോരി ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് നൈസാക്കി പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഈ ദോശ ഇരിക്കുക. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും. കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. പഞ്ഞി പോലെ ഇരിക്കും നമ്മുടെ ഈ ദോശ. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറു സൈഡും കൂടെ മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ പാനിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശകളും ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ കൂടെയോ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.